ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും 153 എപ്പിസോഡായ അന്തർശോചത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി പറയുന്നത് പുട്ടപർത്തിയിൽ താമസിക്കുന്ന വിമല കുറുപ്പാണ്. അപ്പൊ ഞാൻ തുടങ്ങുമ്പോൾ വിമല പറഞ്ഞോളൂ കേട്ടോ. ഞാൻ ഓങ്കാരം പറഞ്ഞിട്ട്. ശരി. ഓ ഓം സായേശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായേശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായേശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. വിമല സായിരാം. സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ട് വായിച്ചു തുടങ്ങിക്കോളൂ. വായിച്ച് 8-10 മിനിറ്റ് വായിച്ചിട്ട് അനുഭവങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. വീഡിയോ ഓൺ ആയിട്ട് തന്നെ വെച്ചോളൂ. സായിരാം. ഞാൻ പുട്ടപർത്തിയിലാണ് താമസിക്കുന്നത്. സ്വാമിയുടെ പാതാരവിന്ദങ്ങളിലേക്ക് ഇതിന് അനുവാദം, എനിക്ക് ഒരു അരമണിക്കൂർ സമയം സ്വാമി എന്നെ അനുവദിച്ചതിനും എന്നെ ഈ ഒരു പ്രോഗ്രാം നടത്താന് എനിക്ക് സമയം കണ്ടെത്തി എന്നെ വിളിച്ചതിനും വത്സല മേനോനോടും സ്വാമിയുടെ പാതാരവിന്ദങ്ങൾക്കും കോടി കോടി പ്രണാമം ഞാൻ അർപ്പിക്കുന്നു. ഞാൻ ഇന്ന് 2004 സനാതന സാരഥിയിലെ ഏകത്തിനൊപ്പം ഏകം എന്ന അധ്യായമാണ് വായിക്കുന്നത്. പ്രപഞ്ച കാരണവും കാര്യവും ആകത്തക്കവണ്ണം ഈശ്വരൻ തന്നിൽ നിന്നും തന്നെ ജഗത്തിൽ സൃഷ്ടിച്ചു. അതിന്റെ ഫലമായി ഭഗവാൻ പരിപൂർണനാകുന്നു. സൃഷ്ടിയും ജീവാത്മാവും പരിപൂർണമാകുന്നു. ദൈവം പ്രപഞ്ചത്തെ തന്നിൽ നിന്ന് തന്നെ ആവിഷ്കരിച്ചു. ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ സ്വാഭാവികമായും സംശയം ഉയരാം. എങ്ങനെ ഈശ്വരനിൽ ഭിത്തികളും മേശകളുമായി തീരും? ഈശ്വരൻ പരമമായും പരിശുദ്ധമാണ്. എങ്ങനെ ഭഗവാൻ അശുദ്ധമായ പരമാർത്ഥങ്ങൾ ആയി തീരും? നമുക്ക് ഇതിന്റെ ഉത്തരം അന്വേഷിക്കാം. മനുഷ്യൻ അടിസ്ഥാനപരമായി ആത്മാവാകുന്നു. എങ്കിലും അവന് ദേഹത്തിന് ആവരണമുണ്ട്, ഇല്ലേ? വീക്ഷണഗതിയിൽ മനുഷ്യൻ ദേഹത്തിൽ നിന്നും ഭിന്നനല്ല, ആണോ? ഇങ്ങനെയൊക്കെ ആയിട്ടും മനുഷ്യൻ ദേഹം എന്തെന്നും അവന്റെ യാഥാർത്ഥ്യം അതിൽ നിന്ന് ഭിന്നമാണെന്നും മുമ്പ് ശിശുവായിരുന്നുവെങ്കിലും ഇപ്പോഴെന്നെങ്കിലും വൃദ്ധനാണെന്നും സ്ത്രീയോ പുരുഷനോ അല്ലെന്നും ശൈവത്തിലും കൗമാരത്തിലും മധ്യവയസ്സിലും വാർദ്ധക്യത്തിലും സ്ത്രീത്വത്തിലും പുരുഷത്വത്തിലും മറ്റും എല്ലാ ഘട്ടങ്ങളിലും പരിണാമങ്ങളിലും എല്ലാ തുടർന്ന് നിലനിൽക്കുമെന്നും അവൻ കരുതുന്നു. അതുപോലെ പ്രപഞ്ചവും സമസ്ത സൃഷ്ടിയും ദൈവത്തിന്റെ കോടാനുകോടി ദേഹങ്ങളാകുന്നു. ഭഗവാൻ ഇതെല്ലാമാണ്, ഇതിലെല്ലാം ഉണ്ട്. എങ്കിലും മാറ്റമില്ലാത്തതും നിത്യവുമാകുന്നു. പ്രകൃതി പരിണാമ വിധേയമാണ്, ആത്മാവ് മാറ്റമില്ലാത്തത്. ദുഷ്കർമ്മങ്ങൾ അതിന്റെ തിളക്കത്തെ മേഘാവൃതമായി തേജസ്സിൽ കുറയും. സൃഷ്ടിച്ച ചിന്തകളും കർമ്മങ്ങളും അതിന്റെ ആന്തരികവും അവാചവുമായ സത്യത്തെയും ജ്ഞാനത്തെയും മറയ്ക്കും. ആത്മാവിന്റെ സഹജമായ തേജസ്സും മഹിമയും വെളിപ്പെടുത്തുവാൻ സാധിക്കുന്ന കർമ്മങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പുണ്യമെന്ന് പറയുന്നു. ആത്മാവ് ആദ്യത്തിൽ അതിരറ്റതും അനന്തവുമാകുന്നു. എങ്കിലും പിന്നീട് അത് പരിമിതിയും ക്ലിപ്തവുമായി കാണപ്പെടുകയും ചെയ്യുന്നു. പുണ്യകർമ്മങ്ങളിലൂടെ അതിന്റെ വിശാലതയും അതിരില്ലായ്മയും പുനരാരംഭിക്കുന്നു. ഈ രൂപാന്തരണം കൈവരിക്കുന്ന എല്ലാവർക്കും അവസരമുണ്ട്. കാലം പാകമാകുമ്പോൾ ഓരോരുത്തരും അതിൽ വിജയിക്കുകയും പരിമിതികളിലും ബന്ധങ്ങളിൽ നിന്നും മോചിക്കുകയും ചെയ്യും. എങ്കിലും ജഗത് അവസാനിക്കുകയില്ല, അത് നിത്യമാണ്, നശിപ്പിക്കുവാൻ സാധ്യമല്ല. അത് ഭാരതത്തിലെ രണ്ടാമതൊരു ചിന്താപക്ഷത്തിന്റെ വിശദീകരണവുമാണ്. ആദ്യത്തേത് ദ്വൈത സിദ്ധാന്തമാണ്, രണ്ടാമത്തേത് വിശിഷ്ടാദ്വൈതവും.
ആധ്യാത്മികമായ അന്വേഷണങ്ങളിലും അനുഭവങ്ങളിലും ഇത് കൂടുതൽ ഉന്നതമായ ഘട്ടമാണ്. അത് ദൈവം, ആത്മാവ്, പ്രകൃതി എന്നിങ്ങനെ 3 അസ്തിത്വങ്ങളെ സങ്കല്പിക്കുകയും മൂന്നിനെയും ഉൾഗ്രന്ഥത്തെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. ഈശ്വരൻ ആസൂത്രണം നടത്തുകയും വ്യാപരിക്കുകയും ചെയ്യുന്ന വലിയ യന്ത്രമാണ് പ്രപഞ്ചമെന്ന് ദ്വൈത സിദ്ധാന്തങ്ങൾ സ്ഥാപിക്കുന്നു. ഈശ്വരനുമായി പരസ്പരം ബന്ധപ്പെടുന്നതും ഉത്തേജിപ്പിക്കുന്നതുമാണ് പ്രപഞ്ചം എന്ന് വിശിഷ്ടാദ്വൈതികൾ പ്രഖ്യാപിക്കുന്നു. ഈശ്വരൻ പ്രപഞ്ചത്തിന് ബാഹ്യമല്ലെന്നും ഭഗവാൻ ജഗത്തായി തീർന്നുവെന്നും സർവവും ഭഗവാനാണെന്നും അദ്വൈതികൾ ഉറപ്പിച്ചാഘോഷിക്കുന്നു. ഈശ്വരൻ ഒഴികെ ഒന്നുമില്ല, മറ്റൊന്നില്ല, രണ്ടാമതൊന്നില്ല. ഈ സത്യം എല്ലാവരും അംഗീകരിക്കണം. ഇതാണ് അത്യുന്നതമായ സത്യം. ഈശ്വരൻ ആത്മാവാണെന്നും ജഗത് ഭഗവാൻ പ്രവർത്തിക്കുകയും അധിവസിക്കുകയും ചെയ്യുന്ന ശരീരമാണെന്നും പറയുന്നത് ശരിയല്ല. ആത്മാവ് അനശ്വരവും മാറ്റമില്ലാത്തതുമാണെന്നും എന്നാൽ ഭഗവാന്റെ ശരീരമാകുന്ന ജഗത് മാറ്റത്തിനും രൂപാന്തരണത്തിനും വിധേയമാണെന്നും ഉറപ്പിച്ചു പറയുന്നത് കൂടി സംശയം തീർക്കുന്നതുമില്ല. ഈശ്വരൻ പാപാത കാരണമാണെന്ന് പറയുമ്പോൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ഉദ്ദിഷ്ട സിദ്ധി ഉണ്ടാകുന്ന കാരണത്തെ ഉപദാന കാരണമെന്ന് പറയുന്നു. ഉദ്ദിഷ്ട സിദ്ധി മറ്റൊരു രൂപത്തിലുള്ള കാരണമാകുന്നു. അതിന് കാരണത്തിൽ നിന്നും വേറിട്ട് നിൽക്കാനാവില്ല. നാം നിരീക്ഷിക്കുന്ന ഉദ്ദിഷ്ട സിദ്ധിയും ഒരു പുതിയ രൂപം കൈക്കൊള്ളുന്ന കാരണവും മാത്രമാകുന്നു. ജഗത് ഉദ്ദിഷ്ട സിദ്ധിയും ദൈവം കാരണമാകുന്നു. ജഗത് മറ്റൊരു രൂപത്തിലുള്ള ഈശ്വരനാകുന്നു എന്ന വസ്തുതയെ ഈ പ്രസ്താവനത്തിൽ ഊന്നി പറയുന്നു. ശരീരം പരിമിതിയും സൂക്ഷ്മവുമാണെന്നും കാരണമായ ഈശ്വരനിലേക്ക് ഒരുവന് അത് നയിക്കുന്നുവെന്നും അല്ലെങ്കിൽ അത് വിടരുന്ന രൂപം കൊള്ളുകയും ചെയ്യുന്നത് ഈശ്വരനിൽ നിന്നാണെന്നും വാദിക്കുമ്പോൾ ജഗത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഈശ്വരൻ തന്നെയായിരിക്കുമെന്ന് അദ്വൈതികൾ മറുപടി പറയുന്നു. പദാർത്ഥങ്ങളുടെയും ജീവികളുടെയും ഈ നാനാത്വത്തെ യഥാർത്ഥത്തിൽ ഈശ്വരനാണെന്ന് സംശയിച്ചേക്കാം. അതെ, അതാണ് സത്യം. ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നതും അവബോധത്തിലേക്ക് വരുന്നതും ആയ ഇവയെല്ലാം ഈശ്വരനാകുന്നു. ഭഗവാനല്ലാതെ യാതൊന്നുമില്ല. നമ്മുടെ ദേഹം, മനസ്സ്, ബുദ്ധി, ആന്തരിക ബോധം എല്ലാം ഭഗവാൻ തന്നെയാണ്. ഇവിടെ മറ്റൊരു സംശയം ഉദിച്ചേക്കാം. എന്തുകൊണ്ട് ഈശ്വരൻ അനേകം വ്യക്തികളുള്ള ജീവികളാകണം? എന്തുകൊണ്ട് അനേകം ജീവാത്മാക്കൾ ആകണം? ഏകരൂപൻ സ്വയം അനേകമായി അവതരിപ്പിക്കുമോ? ഇങ്ങനെ ഇത് സംഭവിച്ചു. ഈശ്വരൻ ജഗത്തായി സ്വയം രൂപമെടുത്തുവെങ്കിൽ പരിണാമത്തിന് സ്വയം വിധേയമായിരിക്കണം. ശരിക്കുള്ള ഘടനപ്രകാരം തന്നെ പ്രകൃതിയെ പദാർത്ഥങ്ങളെല്ലാം പരിണാമത്തിന് വിധേയമാണ്. പരിണാമത്തിന്റെ പര്യന്തതയിൽ ഈശ്വരൻ എത്തിയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഭഗവാന് മരിക്കേണ്ടി വരുമെന്ന് അതിനർത്ഥമുണ്ടോ? ഭഗവാന് പരിണാമം അനുഭവിക്കേണ്ടതായും ആധ്യാത്മികമായി അവസാനിക്കേണ്ടതായും വരുമോ? ഈ കാര്യം കൂടി മനസ്സിൽ വെക്കുക. ഇനി മറ്റൊരു കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഈശ്വരൻ എത്ര കണ്ട് എന്തുമാത്രം ഭാഗം ജഗത്തായി തീരുന്നു? അദ്വൈതികൾ പറയുന്നു എത്രയെങ്കിലും ഭാഗം അനുവദിച്ചു കൊടുക്കുകയോ ഊഹിക്കുകയോ ചെയ്യാം. അത് ഓർമ്മിക്കണം. ജഗത് നിലനിൽക്കുന്നില്ല, അത് മിഥ്യയാകുന്നു, അതൊരിക്കലും ഉള്ളതല്ല, ഉണ്ടായിരുന്നില്ല, ഉണ്ടാവുകയുമില്ല. പ്രപഞ്ച സൃഷ്ടി സംഹാരം, കോടാനുകോടി വ്യക്തികൾ ഉത്ഭവിക്കുന്നതും ലയിക്കുന്നതും ഇതെല്ലാം സ്വപ്ന സമം മാത്രമാകുന്നു. വ്യക്തികൾ അരിക്കപ്പെട്ട ജീവാത്മാവില്ലേ തന്നെ, ഭിന്നമായ ആത്മാവില്ല. എങ്ങനെ കോടാനുകോടി ജീവാത്മാക്കൾ ഉണ്ടാകും? ഏകവും അഭിജാത്യവും പരിപൂർണവുമായ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. കോടിക്കണക്കിന് തടാകങ്ങളും കുളങ്ങളും ജലകണികകളും കോടിക്കണക്കിന് സൂര്യന്മാരായ ഒരു സൂര്യൻ പ്രതിഫലിക്കുന്നത് പോലെ അത് പ്രകാശിക്കുന്ന മനസ്സുകളിൽ ആ ഏകത്വത്തിന്റെ പ്രതിഫലങ്ങളാണ് ജീവാത്മാക്കൾ. അദ്വൈത സിദ്ധത്തിലുള്ള ഭാരതീയ ചിന്ത വളരെ വ്യക്തമായി പറയുന്നത് ഇതാകുന്നു. ഈ സത്യം ഗ്രഹിക്കുമ്പോൾ കഴിയാത്തവർ മായയുടെ സ്വാധീനത്തിലാണ് എന്ന് പറയാം. സ്വപ്നങ്ങൾ യഥാർത്ഥത്തിൽ അടിസ്ഥാനത്തിലാക്കണം. അടിസ്ഥാന യാഥാർത്ഥ്യമില്ലാതെ അതിനെ ആശ്രയിക്കുന്ന ആശയമോ വസ്തുതയോ നിലനിൽക്കില്ല. അടിസ്ഥാന സംഗതി ഇല്ലാതെ അനന്തരമുള്ള സംഗതികൾ നിർഗമിക്കുകയുമില്ല. അടിസ്ഥാനമായി ജീവിക്കുകയല്ലാതെ പിതൃകാലത്തെ ജീവികൾ പ്രത്യക്ഷപ്പെടുകയുമില്ല. ഈ അടിസ്ഥാനമാണ് ഈശ്വരന്റെ ഭഗവാൻ പരിപൂർണനാണ്. ഭഗവാൻ മനസ്സും ദേഹവും ആത്മാവുമാകുന്നു. സ്വപ്നം പോലെയുള്ള യാഥാർത്ഥ്യങ്ങളാകുന്നു നിങ്ങൾ. യാഥാർത്ഥ്യം കാണുവാൻ കഴിയുന്ന കണ്ണിന് ജഗത് ഈ നാമരൂപങ്ങളുടെ ബാഹുല്യമല്ല, കേവലം സത് ചിത് ആനന്ദമാകുന്നു. സ്വപ്നങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അത് നിങ്ങളുടെ ബാഹ്യമായി എവിടെയോ ഒന്ന് ഉത്ഭവിക്കുന്ന ബാഹ്യമായ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നില്ല. അവ നിങ്ങളിൽ ഉടലെടുക്കുകയും നിങ്ങളിൽ തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു.
സ്വപ്ന ദർശനത്തിൽ സംഭവങ്ങളും ആളുകളും യഥാർത്ഥമായി നിങ്ങൾ കരുതുന്നു. സങ്കടവും സന്തോഷവും ഭീതി, ഉത്കണ്ഠ, ആഹ്ലാദം എന്നീ അനുഭൂതികളും യഥാവസ്ഥയിലായിരിക്കുന്ന പോലെ യാഥാർത്ഥ്യമായി നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. സ്വപ്ന സമയത്ത് മിഥ്യാഭ്രമമായി അവയെ നിങ്ങൾ തള്ളിക്കളയുന്നില്ല. ഇത് ഈശ്വരന്റെ സ്വപ്നമാണ്. അത് അവനിൽ ഉദിക്കുകയും അവനിൽ ലയിക്കുകയും ചെയ്യുന്നു. അത് ഭഗവാന്റെ മനസ്സിന്റെ ഉൽപ്പന്നമാകുന്നു. ഈ ജീവിതങ്ങളും ആവർത്തിച്ചുള്ള ആഗമനങ്ങളും എല്ലാം മായയും കൗതുകരവുമായി നെയ്ത വേലകൾ, യഥാർത്ഥമായ മനോരാജ്യങ്ങൾ, മിഥ്യായ അവസ്ഥകൾ, അസത്യമായ പ്രതീക്ഷാഭാവങ്ങളാകുന്നു. നിങ്ങൾ പൂർണ്ണനാണ്, ദൈവമാണ്, ദൈവം നിങ്ങളാകുന്നു. ഈ അത്യുന്നതമായ ജ്ഞാനം അനുഭവിച്ചവർക്ക് ഇപ്പോൾ ഇവിടെ ആ ഏകത്തോട് ഏകത പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. ഇത്രയുമാണ് ഞാൻ വായിച്ചത്. ഈ അധ്യായം എവിടെ അവസാനിക്കുന്നു? സൈര്യം അനുഭവങ്ങൾ പറഞ്ഞോളൂ വിമലെ. അനുഭവങ്ങൾ മാഷ് വരാൻ താമസിച്ചോണ്ട് ഞാൻ അങ്ങ് തുടങ്ങി. അവസാനം മത്സരമാം എനിക്ക് സുഖമില്ലാണ്ട് ഞാൻ കിടന്നതായിരുന്നു. പിന്നെ എണീറ്റ് നോക്കുമ്പോ ടൈം ലേറ്റ് ആയി പോയി. എനിക്ക് ചുമയുണ്ട്, നല്ല ചുമയുണ്ട്. ശാന്തി മന്ത്രം പറയണം. ആയിക്കോട്ടെ ഞാൻ പറയാം. സൈറാം വിമല തുടങ്ങിക്കോളൂ. ഞാൻ എൻ്റെ അനുഭവങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ 10 മിനിറ്റിൽ നിന്നും 10-12 മിനിറ്റിൽ ഒന്നും എനിക്ക് ഒന്നും പറയാൻ സാധിക്കുകയില്ല. അതുപോലെ 15-20 മിനിറ്റ് എടുത്തോളൂ, കുഴപ്പമില്ല. ഇല്ല, കുഴപ്പമില്ല. 10-12 മിനിറ്റ് അല്ലേ നമ്മുടെ സമയം, സ്വാമി തന്ന സമയം. അതിൽ ഞാൻ നോക്കട്ടെ. പിന്നെ കൂടി പോയാൽ പറയണം എന്നോട്. ഞാൻ ഈ പറയാൻ പോകുന്നത്, ഞാൻ മലയാളിയെ കേരളത്തിൽ ജനിച്ചുവെങ്കിലും വിവാഹശേഷം ഞാൻ ബോംബെയിലായിരുന്നു. ബോംബെയിൽ ഒരു 30 വർഷത്തോളം ഞാൻ ബോംബെയിലാണ്. കുട്ടികളെല്ലാം അവിടാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം അവിടെ തന്നെയായിരുന്നു. അവിടെ നിന്നും എൻ്റെ ഹസ്ബൻഡ് നല്ല ഒരു ജോലിയായിരുന്നു പുള്ളിക്കുണ്ടായിരുന്നത്. ട്രാൻസ്പോർട്ട് സർവീസിലായിരുന്നു പുള്ളി ജോലി ചെയ്തിരുന്നത്. പട്ടേൽ റോഡ് ലൈൻസിലായിരുന്നു ജോലി. ഞങ്ങളെല്ലാം സന്തോഷത്തോടെയും സമാധാനത്തോടെയും നല്ല രീതിയിൽ, നല്ലൊരു പണക്കാരന്റെ ഭാര്യയായിട്ട് തന്നെയാണ് ഞാൻ അവിടെ ജീവിച്ചു വന്നത്. അമ്മയും കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഒരുപാട് നഷ്ടങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചു. കൂടെ ഉണ്ടും കൂടെ ഇരുന്നും ഉള്ള 2 മലയാളികൾ പാർട്ണർഷിപ്പിൽ ഞങ്ങളുടെ അന്നുണ്ടായിരുന്ന എല്ലാ സ്വത്തുക്കളും എന്ന് പറഞ്ഞാൽ ബാങ്കിലുണ്ടായിരുന്ന ബാലൻസ് മൊത്തം അവർ ചൂഷണം ചെയ്ത് അവർ മാറിപ്പോയി. എൻ്റെ ഭർത്താവിന്റെ അക്കൗണ്ടിൽ അന്നുണ്ടായിരുന്നത് വെറും വട്ടപൂജ്യം മാത്രമായിരുന്നു. അതിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡിന് ഒരുപാട് മാനസികമായ പ്രശ്നങ്ങളുണ്ടായി. എന്ത് ചെയ്യണം, എവിടേക്ക് പോകണം, ആത്മഹത്യ ചെയ്യണമെന്ന വക്കിലായി. അങ്ങനെ ആരോടും പറയാതെ ഒരു ദിവസം പുള്ളി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. എവിടേക്കാ പോയെന്ന് എനിക്കറിയില്ലായിരുന്നു. പിറ്റേ ദിവസമാണ് എനിക്ക് ഫോൺ വന്നത്, നാട്ടിലെത്തിയിട്ടുണ്ടെന്ന്. ഉടൻ തന്നെ എനിക്ക് അന്ന് നല്ല തൻ്റെ ഇടം ഉണ്ടായിരുന്നു. ഞാൻ തൻ്റെ ഇടം കൈവിടാൻ പറ്റില്ലല്ലോ. ഞാൻ പെട്ടെന്ന് തന്നെ ബോംബെയിൽ നിന്നും വണ്ടി കയറി നാട്ടിലെത്തിയപ്പോൾ പുള്ളിക്കാരൻ അവിടെയുണ്ട്. താടിയെല്ലാം വളർത്തി. സത്യത്തിൽ എന്താണ് പറയേണ്ടത്, എന്താണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പുള്ളിക്കൊന്നും അറിയില്ല. രാവിലെ കഴിച്ചത് എന്താ, ഉച്ചയ്ക്ക് കഴിച്ചത് എന്താ, എവിടെയാണ് ഇരിക്കുന്നത് ഒന്നും അറിയാൻ വയ്യാത്ത ഒരു മാനസികാവസ്ഥ. എല്ലാവരും പറഞ്ഞു നമുക്ക് കൊണ്ടുപോയി ചികിത്സിക്കാമെന്ന്. ഞാൻ പറഞ്ഞു ഒരു ചികിത്സയുടെയും ആവശ്യം എനിക്കില്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവശക്തി ഉണ്ടെങ്കിൽ അതിൽ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെയുള്ള അമ്പലങ്ങളെല്ലാം, ഞാനൊരു ആലപ്പുഴക്കാരിയാണ്, ഞങ്ങളുടെ സൈഡിലുള്ള എല്ലാ അമ്പലങ്ങളിലും കൊണ്ടുപോയി തൊഴിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് ഇനി എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. ചോറ്റാനിക്കര പോയി, കൊടുങ്ങല്ലൂരും പോയി. അവസാനിച്ച ശേഷം എന്നോട് ചോദിച്ചു ഇനി എന്നെ എവിടെയാണ് നീ കൊണ്ടുപോകുന്നതെന്ന്. ഞാൻ പറഞ്ഞു ഇനി നമുക്ക് തിരുപ്പതിയിലേക്ക് പോകാം. ഇല്ല, ഞാൻ അവിടേക്ക് ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, തിരുപ്പതിയിൽ പോകാം, പക്ഷെ ഞാൻ തിരിച്ച് ബോംബെയിൽ പോകില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, നമുക്ക് തിരുപ്പതിയിൽ പോയിട്ട് ഞാൻ കൊണ്ടുപോകത്തില്ല, ഞാൻ നാട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാൻ തിരിച്ചെന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷം മാത്രം ഒരു ഭ്രാന്തനെ പോലെ എങ്ങനെയാണ് എൻ്റെ കൂടെ തിരുപ്പതിയിൽ എത്തിയെന്ന് എനിക്കറിയില്ല. തിരുപ്പതിയിൽ എത്തിയപ്പോൾ അവിടെ ഒരു വണ്ടിയും ഒരു ഡ്രൈവറും ഞങ്ങളോടൊപ്പം വന്നിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്, പുള്ളിയുടെ മാനസികാവസ്ഥ ഇങ്ങനെയാണ്. ഞാൻ ഏത് രൂപത്തിൽ എൻ്റെ കുട്ടികളുടെ അടുത്ത് ഞാൻ ബോംബെയിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോകും എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ വാക്ക്, ഇവിടെ വരെ ആന്റി വന്നില്ലേ അങ്കിളിനെയും കൊണ്ട്, ഇനിയും പോകേണ്ട ഒരേ ഒരു സ്ഥലം തിരുപ്പതിയിൽ വന്നാൽ പുട്ടപർത്തി സത്യസായിബാബയുടെ അവിടേക്കാണെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് ബാബയെ പറ്റി ഒന്നും അറിയില്ല. എൻ്റെ അച്ഛൻ സെക്രട്ടേറിയറ്റിൽ ഒരു ടൈപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന സമയമായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ ഞാൻ ഫ്രോക്കിട്ട് നടക്കുന്ന സമയം തിരുവനന്തപുരത്ത് അവിടെ ഊഞ്ഞാലയിലാട്ടി ബാബയെ പറ്റി ഇങ്ങനെ പാട്ടുപാടുന്നോ ഭജനയും കേട്ട ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ. സായിബാബ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല.
ചേട്ടൻ പറഞ്ഞു, ഓ ഇനി അവിടേക്ക് പോകാതെ ഇത്രയും അമ്പലങ്ങളിൽ പോയി നോക്കിയിട്ട് ആരും എനിക്കൊരു മറുപടി തന്നില്ലല്ലോ, ഇനി ജീവിച്ചിരിക്കുന്ന ആളുടെ അടുത്തോട്ടാണോ നീ എന്നെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, അവന്റെ കൂടെ വരൂ, വന്നു കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. അങ്ങനെ ഡ്രൈവറോട് സഹിതം, പുള്ളിയെ ഒറ്റയ്ക്ക് വിടാൻ പേടിയാണ്, ഡ്രൈവറോട് സഹിതം ഞങ്ങൾ പുട്ടപർത്തിയിലെത്തി പോലീസ് സ്റ്റേഷന്റെ അടുത്തുള്ള അവിടെ ഒരു ലോഡ്ജ് ഉണ്ടായിരുന്നു, അവിടെ ഞങ്ങൾ 2 ദിവസം താമസിച്ചു. ഒരു കാരണവശാലും പുള്ളിക്കാരൻ അമ്പലത്തിനകത്ത് വരില്ല, വരത്തില്ലെന്നുള്ള വാശിയായിരുന്നു. ഇനി ഞാൻ വരില്ല. ഞാൻ പറഞ്ഞു ഇല്ല പോണം. അപ്പൊ അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു, ആ പയ്യൻ പറഞ്ഞു, അമ്മേ സാറിനെ അമ്പലത്തിനകത്ത് താമസിപ്പിക്കുക, അവിടുത്തെ അന്തരീക്ഷമാകുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവും, നിങ്ങൾക്ക് അവിടെ റൂം കിട്ടുമെന്ന്. സത്യത്തിൽ അവിടെ പോയി റൂം എടുക്കാനോ ഒന്നും എനിക്കറിയില്ല. ഇതൊക്കെ 10-24 വർഷം മുമ്പുള്ള കഥകൾ, 25 വർഷമൊക്കെ മുമ്പിലുള്ള കഥകൾ. എനിക്കൊന്നും അറിയില്ല. തെലുങ്ക് എല്ലാവരും സംസാരിക്കുന്നു. എനിക്കറിയാവുന്ന ഒരേ ഒരു ഭാഷ മറാഠി, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം. ഇതല്ലാതെ എനിക്കൊരു ഭാഷയും അറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ എവിടെ പോകണം? അപ്പൊ ആ പയ്യനും കൂടെ വന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അക്കോമഡേഷൻ തന്നു. എവിടെയാ കിട്ടിയത്? ഏറ്റവും ലാസ്റ്റിലെ സേവാദളിന്റെ ഹോളിലാണ് എനിക്ക് കിട്ടിയത്. അവിടെ താഴെ കിടക്കണം. പുള്ളിക്ക് താഴെ കിടക്കാൻ വയ്യ, പായില്ല, കിടക്കാനില്ല, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഇവിടെ നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെയെങ്കിലും 2 രാത്രികൾ കഴിച്ചു കൂട്ടി. അപ്പോൾ അടുത്തിരിക്കുന്ന പാലക്കാട്ടുകാരനായ ഒരാള് കൂടെ ഉണ്ടായിരുന്നു. അവരും കുട്ടികളുടെ ഓപ്പറേഷന് വേണ്ടി വന്നു. അവരുടെ അനുഭവങ്ങൾ പുള്ളിയോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഒരു ദിവസം വൈകിട്ടായപ്പോൾ സ്വാമി അതുവഴി നടക്കാനായി വന്നു. വന്നപ്പോൾ പുള്ളിയെ കണ്ടു, പുള്ളിയും കണ്ടു. കണ്ടതിന് ശേഷം എനിക്കറിയില്ല എന്താ ഉണ്ടായെന്ന്. രാവിലെ നേരത്തെ എണീറ്റു, എന്നോട് പറഞ്ഞു വാ ആശ്രമത്തിൽ പോയി സ്വാമിയെ കാണാമെന്ന്. അങ്ങനെ സ്വാമി വെളിയിലെ ലൈനിലാണ് ഇരുത്തിയിട്ടാണ് അന്ന് അകത്തോട്ട് കയറ്റി വിട്ടുകൊണ്ടിരുന്നത്. എനിക്കൊന്നും അറിയില്ല. സ്വാമിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന അന്നാണ്. ഞാൻ അകത്ത് കയറി, പുള്ളിയെ മറ്റേ ആളിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ അകത്ത് കയറിയത്. കാരണം എവിടെങ്കിലും പോകുമോ എന്നുള്ള പേടിയായിരുന്നു. സത്യത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് സ്വാമിയെ കണ്ടു, സ്വാമിയുടെ ദർശനം കിട്ടി. പുള്ളിയുടെ അടുത്ത് വരെ സ്വാമി ഒന്ന് നോക്കിയെന്നാണ് പറയുന്നത്. അതിനുശേഷം സ്വാമി തിരിച്ചുപോയി. ഞാൻ കണ്ണീരോടുകൂടി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ വിചാരിച്ചു ദൈവമേ ഏത് ഭാഷയിലാണ് പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ അറിയാവുന്ന ഭാഷയിലെല്ലാം സ്വാമിയെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് ഞങ്ങൾക്കൊരു പുതിയ ജീവിതം നൽകണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കണ്ണീരോടെ ഞാൻ അവിടെ നിന്നു. ഞങ്ങൾ എന്നിട്ട് പുറത്തിറങ്ങിയപ്പോൾ പുള്ളിക്ക് ചായ കുടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്വാമി ഒന്ന് നേരിൽ കണ്ടതിന് ശേഷം 2 ദിവസവും കൂടെ അവിടെ താമസിക്കാമെന്ന് പുള്ളി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഞാൻ 2 ദിവസം താമസിക്കാനെന്ന്. അന്ന് ആഹാരമൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആഹാരമൊക്കെ മേടിച്ച് കഴിച്ചു. ഒരു ദിവസം കഴിച്ചതിന് ശേഷം ഞങ്ങൾ റോഡിന് വെളിയിലിറങ്ങിയപ്പോൾ ചായ കുടിക്കണമെന്ന് പറഞ്ഞു. അന്ന് രഘുവിന്റെ അച്ഛന്റെ ഒരു ചായക്കട അവിടെ ഉണ്ടായിരുന്നു. അതുമാത്രമേ മലയാളികളായി ഞങ്ങൾക്ക് അറിയത്തുള്ളായിരുന്നു. ഞങ്ങൾ അവിടെ പോയി ഒരു ചായയും മേടിച്ച് അവിടുന്ന് തിരിച്ച് ചിത്രാവതി നദിയിലേന്റെ അവിടെ പോയി കുറേ സമയം ഇരുന്നു കഴിഞ്ഞപ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ശാന്തി സമാധാനവും പുള്ളിക്കും ഉണ്ടായി, എനിക്കും ഉണ്ടായി. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എന്നോട് ദേഷ്യപ്പെടല്ല, നമുക്ക് ഇവിടുന്ന് നേരെ ബോംബെയിൽ പോകാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു ബോംബെയിൽ പോകണോ? ഞാൻ പറഞ്ഞു ആ ബോംബെയിൽ പോകാം. നമ്മൾ സ്വാമിയെ കണ്ടില്ലേ, എനിക്ക് എന്തോ ഒരുപാട് സന്തോഷം എന്റെ മനസ്സിന് തോന്നുന്നു. സ്വാമി ചേട്ടന്റെ അടുത്ത് വരെ വന്നില്ലേ, അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഒരു മനുഷ്യനായ ഒരാളെയല്ലേ നമ്മൾ കണ്ടത്. നമ്മൾ വിഗ്രഹത്തെ പോയി നോക്കിക്കഴിഞ്ഞാൽ വിഗ്രഹമൊന്നും നമുക്ക് മറുപടി തന്നില്ലല്ലോ. ഇത് ജീവനുള്ള ഒരു മനുഷ്യരൂപമല്ലേ എന്റെ അടുത്ത് വന്നത്, ഞാൻ വിശ്വസിക്കുന്നു എന്ന് ചേട്ടൻ എന്നോട് പറഞ്ഞു. പുള്ളിക്ക് അങ്ങനെ വലിയ ആയിട്ടൊന്നും വിശ്വാസമുണ്ട്, എന്നാലും അങ്ങനെ കൂടുതലായിട്ടൊന്നും പറയാനുള്ള കഴിവൊന്നും ഇല്ലായിരുന്നു. അതേ അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് പോവുകയാണെങ്കിൽ എനിക്കൊരു സ്വാമിയുടെ ഫോട്ടോ വാങ്ങിച്ചു തരാമോ? അപ്പൊ എന്നോട് ചോദിച്ചു, എന്റെ വീട് മുഴുവൻ എന്റെ അമ്മ ഫോട്ടോ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ചേട്ടന്റെ അമ്മയും ഞങ്ങളുടെ കൂടെ ബോംബെയിലുണ്ടായിരുന്നു. ഒരു മകനാണ് ചേട്ടന്. അപ്പൊ ആ ഫോട്ടോയൊക്കെ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ ഇവിടെ നിന്ന് ഒരു തീരുമാനമെടുക്കുക, നമ്മുടെ എല്ലാ ജീവിതവും ശരിയായി കഴിഞ്ഞാൽ അന്ന് നമുക്ക് ഈ സ്വാമിയെ വെച്ചിട്ട് നമുക്ക് പൂജിക്കാം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ശരി, ഞാൻ പ്രോമിസ് തരുന്നു തനിക്ക് ഈ ഫോട്ടോയുടെ കവർ അഴിക്കാൻ പാടില്ല, ഈ ഫോട്ടോ ഇങ്ങനെ കവർ ചെയ്ത് വെക്കണം എന്ന്. ഞാൻ പോയി എനിക്ക് എന്റെ പഴയ നഷ്ടപ്പെട്ടു പോയ എന്റെ സ്വത്തുകളും എന്റെ വീടും എല്ലാം എനിക്ക് തിരിച്ചു ഭഗവാൻ തന്നു കഴിഞ്ഞാൽ അന്ന് ഈ ഫോട്ടോ തുറക്കും. ഞാൻ ഒരു പുതിയ വീട്ടിൽ ഞാൻ ഈ ഫോട്ടോ വെച്ച് ഞാൻ പൂജിക്കും. എല്ലാ വിഗ്രഹങ്ങളും ഞാൻ എടുത്ത് വെള്ളത്തിലിടുമെന്ന് പറഞ്ഞു. ശരിയാണ്, അതേപോലെ തന്നെ സംഭവിച്ചു. സത്യം പറഞ്ഞാൽ എനിക്കത് ഏത് വാക്കുകളിലാണ് നിങ്ങളോട് പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഞങ്ങൾക്ക് ഒരു 6 മാസം 7 മാസമായപ്പോൾ ചേട്ടന് വിജയശ്രീ ട്രാൻസ്പോർട്ട് മദ്രാസിലെ, ഹൈദരാബാദിലെ, ബോംബെയിലെ, ഗോവയിലെ എല്ലാത്തിന്റെയും മാനേജരായി ചേട്ടന് ജോലിയായി. അങ്ങനെ ബിസിനസ് സ്വന്തമായ പാർട്ണർഷിപ്പ് അവസാനിപ്പിച്ചു. അങ്ങനെ എല്ലാ നിലയിലും നല്ല ജീവിതമായി. മൂത്ത മോളെ ഞങ്ങൾ ബോംബെയിൽ തന്നെ അതിഗംഭീരമായ രീതിയിൽ വിവാഹം നടത്തി. 2ാമത്തെ മോളുടെ വിവാഹം നടന്നു. മകൻ അന്ന് കുവൈറ്റിലേക്ക് പോയി. അവന് 19 വയസ്സേ ഉള്ളൂ.
കുവൈറ്റിലേക്ക് അവൻ പോവുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും തന്നായി. ഞങ്ങൾ അവിടുന്ന് ഗോവയിലേക്ക് വീട് അവിടെ വാടകയ്ക്ക് കൊടുത്തിട്ട് ഞങ്ങൾ ഗോവയിലേക്ക് താമസം മാറി. വിദേശ ട്രാൻസ്പോർട്ടിലേക്ക് തന്നെ ചേട്ടൻ മാനേജരായി വന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ഒരു നല്ലൊരു ജീവിതമായിരുന്നു. അവിടെ ഇരിക്കുമ്പോഴും ഞാൻ പറയും, എപ്പോഴും ചെവിയിൽ ഓദിക്കുന്ന ഒരേ ഒരു മന്ത്രം, സ്വാമിയല്ലേ നമ്മളെ രക്ഷപ്പെടുത്തിയ, നമ്മുടെ സ്വാമിക്ക് വേണ്ടി എന്ത് ചെയ്യണം? അപ്പം പറയും, സ്വാമി എല്ലാം തന്നില്ലേ, നമുക്ക് വല്ലപ്പോഴും പോയി സ്വാമിയെ കാണാം. ഞാൻ പറഞ്ഞില്ല, രാവിലെയും വൈകിട്ടും നെയ്വിളക്ക് ഒഴിച്ച് കത്തിക്കുന്നത് പോലെ സത്യത്തിൽ നെയ്വിളക്ക് തന്നെ ഒഴിച്ച് നെയ്യൊഴിച്ച് തന്നെ വിളക്ക് കത്തിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു പ്രാർത്ഥനയായിരുന്നു, എന്നെ പുട്ടവർത്തിയിലേക്ക് വിളിക്കൂ സ്വാമി, ഞങ്ങൾക്ക് ഇനി ഇങ്ങനെ ഒരു ജീവിതം വേണ്ട, ഞങ്ങളെ പുട്ടവർത്തിയിൽ വിളിക്കൂ, പുട്ടവർത്തിയിൽ വിളിക്കൂ, പുട്ടവർത്തിയിൽ. ഇത് തന്നെ ചെവിയിൽ മന്ത്രം പോലെ പുള്ളിയുടെ ചെവിയിൽ ഞാൻ ഓതിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ചത്തെ അവധിക്ക് ഞങ്ങൾ പുട്ടപർത്തിയിൽ വന്നു. പുട്ടപർത്തിയിൽ വന്നപ്പോൾ എല്ലാവരും പച്ചക്കറികളും അരിയൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ ഞാൻ പറയും, നോക്ക് ഇവരൊക്കെ എത്ര ഭാഗ്യമുള്ളവരാ, അവരൊക്കെ കണ്ട് ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത്, അവര് താമസിക്കുന്ന പോലെ നമുക്ക് എന്ന് താമസിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു, ഇയാൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനും താമസിക്കാൻ തയ്യാറാണ്. എന്തർത്ഥത്തിലാണ് അത് പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇന്ന് എന്റെ ഭർത്താവ് എന്നോടൊപ്പം ഇല്ല. 8 വർഷമായി സ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ അദ്ദേഹം പോയി. ഞാൻ ഒറ്റയ്ക്കാണ് പുട്ടപർത്തിയിൽ. പിന്നെ അതിനുശേഷമാണ് ഞങ്ങൾ പുട്ടപർത്തിയിൽ താമസം വന്നത്. ഒരു വീട് അന്വേഷിച്ച് ചെന്ന സ്വാമിയുടെ അനുഗ്രഹമുള്ള ഗോകുലത്തിലൊരു റൂം ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ സകല സാധനങ്ങളും രാത്രിയിൽ ലൈലാൻഡ് ലോറിയിലാണ് ഞാനും എൻ്റെ ഹസ്ബൻഡുമായി യാത്ര ചെയ്ത് പുട്ടപർത്തിയിലെത്തി. മക്കൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണെന്ന്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ റോഡിൽ തന്നെ നടന്നു പോവുകയാണ്. അതുമല്ലായിരുന്നു, ഞങ്ങൾ ആ വണ്ടിയിൽ തന്നെ പുട്ടപർത്തിയിൽ വന്ന് ഞങ്ങൾ 10-12 കൊല്ലം ഞങ്ങളുടെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി, വളരെ സന്തോഷത്തിന് നഷ്ടപ്പെട്ട എല്ലാം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും അതിലുപരി ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ മക്കളുടെ ഭാഗ്യവും എല്ലാം ഞങ്ങൾക്ക് ഒന്നിച്ചു തന്നെ എൻ്റെ ഭഗവാന്റെ മുമ്പിൽ ഞാൻ ഏത് രീതിയിലാണ് പറയേണ്ടത്, നന്ദി വാക്കുകൾ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്നു താമസമായി. ഞാൻ ദിവസവും രാവിലെ നഗരസങ്കീർത്തനത്തിൽ അതിലും ഇതിലും എല്ലാം ഞാൻ പങ്കെടുക്കുമായിരുന്നു. പിന്നെ 3 വർഷം നമ്മുടെ ഫ്രീ ആയി ആഹാരം കൊടുക്കുന്ന ക്യാൻറ്റീനിൽ ഞാൻ ജോലി ചെയ്തു. അവിടെ കൊറോണ ടൈമിലായപ്പോൾ ആ ക്യാൻറ്റീൻ അടച്ചു. പിന്നെ അവിടെ എനിക്ക് ജോലി തുടരാൻ പറ്റിയില്ല. പിന്നെ ഹോസ്പിറ്റലിലുള്ളവർക്കും ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ അവർക്ക് വേണ്ട ആഹാര സാധനങ്ങളും അതും ഇത് ഞാൻ കൊണ്ടെത്തിച്ചു കൊടുക്കും. സാമ്പത്തികമായിട്ടല്ല, മാനസികമായും ശാരീരികമായും എന്നെ കൊണ്ട് എന്ത് കഴിവ് ചെയ്യാമോ. അന്നും എൻ്റെ ഹസ്ബൻഡ് എല്ലാ വ്യാഴാഴ്ചയും 5 പൊതി ചോറ് ഉണ്ടാക്കി ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. ഒരു ദിവസം ചോറ് കൊടുത്തപ്പോൾ ഒരു പൊതി ബാക്കി വന്നു. അപ്പോൾ സ്വാമി പറഞ്ഞു, എൻ്റെ ഭാര്യ രാവിലെ കുളിച്ചെണീറ്റ് ശുദ്ധമായി ഉണ്ടാക്കിയ ഈ ചോറ് പൊതി വാങ്ങാൻ ഒരു പൊതി എൻ്റെ കയ്യിൽ ബാക്കി വന്നു, ഞാനിത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് 2 കൈ നീട്ടി ഒരാളെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ പൊതി വാങ്ങിയത്. അതൊന്നും സത്യത്തിൽ നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഭർത്താവിന് സ്വാമി കൊടുത്ത ഓരോ അടയാളങ്ങളായിരുന്നു അത്. എല്ലാത്തിലും ഞങ്ങൾ, എൻ്റെ ഹസ്ബൻഡിന് ആകെയുള്ള, ഞാൻ അമ്പലത്തിൽ വരും, ആശ്രമത്തിൽ വരും, പുള്ളി ആശ്രമത്തിൽ വരത്തില്ല. പുള്ളി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻ പോയി കഴിയുമ്പോൾ ഞാനും സ്വാമിയായിട്ട് ഡയറക്റ്റ് സംസാരിക്കുന്നത്, എന്തിനാ ആശ്രമത്തിൽ പോകണം, സ്വാമി നമ്മുടെ വീട്ടിലില്ലേ എന്നും പറഞ്ഞ് 2 പേരുടെ സംസാരമായിരുന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ശാന്തിയും സന്തോഷകരമായ ഒരു പുട്ടപർത്തിയിൽ ഒരു ജീവിതം. 16 വർഷമായി ഞാൻ പുട്ടപർത്തിയിൽ വന്നിട്ട്. പിന്നെ എൻ്റെ മോള് ബോംബെയിലായിരുന്നു. കുട്ടി എൻ്റെ കൂടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആദ്യം പ്രശാന്തിയിൽ അഡ്മിഷൻ എടുത്തു നഴ്സറിയിൽ. അത് കഴിഞ്ഞ് സ്വാമി തെലുങ്ക് മീഡിയം ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ആക്കിയ സമയം ലോട്ടറിയിൽ അവൻ ആദ്യത്തെ നമ്പർ വന്നു. അന്ന് എല്ലാവരും പറഞ്ഞു, ഔട്ട്സൈഡേഴ്സ് എന്നൊന്നും കിട്ടത്തില്ല, നിങ്ങൾക്ക് പേര് തെറ്റിപ്പോയതായിരിക്കും. അപ്പോഴും എൻ്റെ മോള് കരഞ്ഞുകൊണ്ട് സ്റ്റേഡിയത്തിലേക്ക് ഓടിപ്പോയി. എൻ്റെ കുട്ടിക്ക് തന്നെയാണോ സാറേ ഈ നമ്പർ വീണിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, അതേ കുട്ടി, എന്തിനു ടെൻഷൻ എടുക്കണം, വൈഭവ് നായരുടെ പേരാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ ലോട്ടറിയിൽ നിന്ന്. സന്തോഷം അവർണ്ണനീയമായിരുന്നു, പറഞ്ഞറിയിക്കാൻ വയ്യായിരുന്നു. അങ്ങനെ ആദ്യമായി എൻ്റെ മോൻ അവിടെ 1ാം ക്ലാസ്സിൽ പഠിക്കുകയും ഇപ്പോൾ അവൻ ഡിഗ്രി കഴിഞ്ഞ് മൈക്രോബയോളജി 3rd ഇയറിലേക്ക് കടക്കുകയും ചെയ്ത് ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. അവളുടെ 2ാമത്തെ കുട്ടി സ്വാമിയുടെ ഹോസ്പിറ്റലിൽ ജനിച്ചു, ഇപ്പം 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോള് ടീച്ചറായിട്ട് പുട്ടപർത്തിയിൽ ജോലി ചെയ്യുന്നു. മോൾക്കൊരു വീട്, എനിക്കൊരു വീടില്ല, സ്വന്തമായിട്ടൊരു വീടില്ല എന്ന് ഞാൻ സ്വാമിയോട് പറഞ്ഞു. ബോംബെയിലെ ഞങ്ങളത് വാടകയ്ക്ക് കൊടുത്തെങ്കിലും അങ്ങനെ വിട്ട് ഞങ്ങളിങ്ങി വന്നുകൊണ്ട് ഞാൻ സ്വാമിയോട് എപ്പോഴും പറയും, എനിക്കൊരു വീടില്ല. ഇന്ന് സ്വാമി എനിക്ക് 3 വീട് തന്നു. എൻ്റെ മോൾക്കൊരു വീട്, എനിക്കൊരു വീട്, പിന്നെ എനിക്ക് ഗവൺമെന്റ് തന്നതാണ്, സ്വാമി തന്നതാണെന്നാണ് ഞാൻ പറയുന്നത്. ഒരു 4 ലക്ഷം രൂപ ചെലവാക്കി ഞാനൊരു വീട് ഞാൻ പണിതെടുത്തു. അതിന്റെ പൂജ ഞാൻ അടുത്ത മാസം നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെന്താ, പെൻഷനുണ്ട്, സ്വാമി ആഹാരം തരുന്നുണ്ട്, മരുന്ന് തരുന്നുണ്ട്, ശാന്തി തരുന്നുണ്ട്, സമാധാനം തരുന്നുണ്ട്. ഇതിലേറെ എന്താണ് വേണ്ടത്? സ്വാമിയുടെ കയ്യിലേക്ക് എൻ്റെ ഹസ്ബൻഡ് എന്നെ സ്വാമിയുടെ കയ്യിൽ ലയിപ്പിച്ചിട്ടാണ് പോയത്. എപ്പോഴും പറയുമായിരുന്നു, തന്നെ ഞാൻ ഈ ഭൂമിയിൽ ഇട്ടിട്ട് പോവുകയില്ലെന്ന്. പക്ഷേ ഒന്നുമില്ല, ഞങ്ങൾ 2 പേരുടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാട്ടിൽ പോയി വന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്നൊന്ന് ചുമച്ചു. ആ ചുമയോടുകൂടിയാണ് എൻ്റെ ഹസ്ബൻഡ് മരിച്ചത്. ഒരു വേദനയോ ഒന്നും അനുഭവിക്കാതെ ഞങ്ങൾ 2 പേര് സന്തോഷത്തോടെ ഇരുന്ന സമയത്ത് ഒരു നിമിഷത്തിന് ആ മനുഷ്യന്റെ ജീവൻ
സ്വാമിയുടെ പാതാരബിന്ദങ്ങളിൽ അർപ്പിച്ചു. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം കിടന്ന് ഒരു ദുഃഖം അനുഭവിക്കുക ഒന്നും ഞാൻ ചെയ്തില്ല. പിന്നെ സ്വാമിക്ക് ഇപ്പൊ അദ്ദേഹം എന്നെ സ്വാമിയുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഞാൻ ഈ മണ്ണ് വിട്ട് എങ്ങും പോയില്ല. ഞാൻ ഇവിടെ തന്നെ എന്റെ ജീവനും അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ എന്നെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി 1 വർഷം അവിടെ താമസിച്ചപ്പോഴേ എനിക്കൊരു സമാധാനവും ഇല്ല. എന്റെ സ്വാമി പുട്ടപർത്തിയിലെ, എന്റെ ചേട്ടൻ പുട്ടപർത്തിയിലെ മണ്ണില്, പിന്നെ ഞാൻ എന്തിന് ബാംഗ്ലൂരിൽ പോകണം എന്ന് വിചാരിച്ചാണ് പുട്ടപർത്തിയിൽ തന്നെ ഞാൻ സ്ഥിരതാമസമായത്. ഇന്ന് എന്റെ വീട് എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും വരാം, താമസിക്കാം. സേവാദളിനോട് ഓരോരുത്തരും വരുമ്പോ ചോദിക്കും. ഞാൻ പറഞ്ഞു, ചപ്പൽ സ്റ്റാൻഡിന്റെ അവിടെ എന്റെ താക്കോൽ ഇരിപ്പുണ്ട്, അല്ലെ 3 താക്കോൽ കൊണ്ടുതരും, നിങ്ങൾ തുറന്നു. അങ്ങനെ 7 ദിവസവും 14 ദിവസവും 2 സേവാദളും എല്ലാ വർഷവും വന്ന് എന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ അവരോട് ഒന്നും പ്രതിഫലമായി ചോദിക്കാറില്ല. ഒന്നും എനിക്ക് കൊണ്ട് തരാനും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. എനിക്കതിന്റെ ആവശ്യവുമില്ല. ഞാൻ എന്റെ റൂം എല്ലാവർക്കും വരെ തുറന്നിട്ടിരിക്കുകയാണ്. അവര് വരുന്നു, താമസിക്കുന്നു. താക്കോൽ അതുപോലെ ചപ്പൽ സ്റ്റാൻഡിൽ വെക്കുന്നു, അവര് പോകുന്നു. ഇതാണ് എന്റെ പുട്ടപർത്തിയിലെ ജീവിതകഥ. ഇപ്പൊ ഞാനും എന്റെ മോളും കൊച്ചുമോളും ഞങ്ങൾ രണ്ടും 2 വീട്ടിലാണ് താമസിക്കുന്നത്. സ്വാമിയുടെ ആശ്രമത്തിനടുത്ത് തന്നെയാണ് എന്റെ വീട്. എന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ സ്വാമിയുടെ ആശ്രമം കാണാം. എന്തെങ്കിലും സേവനമൊക്കെ ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ സ്വാമിയെ പറ്റി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു. അതിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്വാമിയെ പറ്റിയാണ്, എന്റെ ഗുരുവിനെ പറ്റി പറഞ്ഞപ്പോൾ സ്വാമിയെ പറ്റിയാണ് ഞാൻ ആ ചാനലിൽ ഇട്ടിരുന്നത്. അങ്ങനെ എന്റെ ജീവിതം ഇങ്ങനെ ഓരോ രീതിയിൽ ഇങ്ങനെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടി കഴിഞ്ഞു പോകുന്നു. എന്റെ വീഡിയോ കേരളത്തിൽ നിന്ന് വന്ന റിപ്പോർട്ടർമാർ വന്ന് 1 മണിക്കൂർ പറഞ്ഞാലും തീരാത്ത രീതിയിലാണ് അവരെടുത്തോണ്ട് പോയത്. കാരണം 1 മണിക്കൂറിലൊന്നും പറഞ്ഞാൽ തീരത്തില്ല. അതുപോലത്തെ അനുഭവങ്ങളുണ്ട്. എന്നാലും കുറച്ച് സമയം, ഈ കിട്ടിയ സമയത്തിൽ എല്ലാ കാര്യങ്ങളും ചെറുതായി എനിക്ക് പറയാൻ സ്വാമി എന്നെ അനുഗ്രഹിച്ചതിന് സ്വാമിയോട് കൂടി പ്രണാമം. സൈറാം വിമലയോടത്ത് എനിക്ക് എപ്പോഴും അഡ്മിറേഷൻ ആണ്. ഇപ്പൊ കുറച്ച് കൂടി. ഇപ്പൊ അത് കുറച്ച് കൂടി. ഞാൻ എന്റെ ഒരു ചേച്ചിയെ വിമലയുടെ പോലെ ധൈര്യം, വിമലയുടെ ആർജവം, വിമലയുടെ ഫ്രണ്ട്ഷിപ്പ്. ഭഗവാൻ പറയുന്നത് എന്താണ്, പുട്ടപ്പർത്തി താമസിക്കുന്ന ആളുകൾക്ക് പിന്നെ മൈത്രി, കരുണ, ആനന്ദം, ഉപേക്ഷ, അതായത് ആരോടും ആവശ്യത്തെ കൂടുതലുള്ള ഒരു മമതയൊന്നും ഇല്ലാതെ, അതന്നെയാണ് ഉപേക്ഷ എന്ന് പറയും. ആ സ്വഭാവം മുഴുവൻ ഞാൻ വിമലയില് നല്ലതുപോലെ കണ്ടിട്ടുണ്ട്. സന്തോഷം വിമല. താങ്ക് യു സോ മച്ച്. ഞാൻ ഇന്ന് കേരളത്തിൽ വന്നതേ ഉള്ളൂ. ഇതിനു വേണ്ടി ഓടി വന്നതാ കേരളത്തിൽ. ഇന്ന് വന്ന് ഞാൻ വന്നത്. നീ ഇപ്പൊ വീഡിയോ ഓഫ് ചെയ്യൂ. സ്വാമിയുടെ ഇത് വരും. സ്വാമിയുടെ എന്നിട്ടൊരു ഭജന പാടണേ. പാടാം. സ്വാമിയുടെ ഇത് കഴിഞ്ഞിട്ട്, സ്വാമിയുടെ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഭജന പാടണം. സൈറാം. కనుక మొట్టమొదట ఈ యొక్క పవిత్రమైన భావం మనలో ఆవిర్భవించాలంటే సమ్యక్ దృష్టి అత్యవసరం. In order to develop these sacred thoughts and ideas, we should have good vision. దృష్టి సరైనటువంటిది లేకపోతే మన యొక్క చర్యలన్నీ కూడా సరైనటువంటి కాకపోతాయి. If our looks are not good, the activity will be bad. ట్యాంకులో మంచి వాటర్ నింపినప్పుడే, when the tank is filled with pure water, ట్యాప్స్ లో అంత మంచి వాటరే మనకు లభిస్తుంది. you draw pure water out of the taps. ట్యాంక్ లో డర్టీ వాటర్ నింపితే, if the tank is filled with dirty water, ట్యాప్స్ లో అంత డర్టీ వాటరే వస్తుంది. you get dirty water out of the tap. కనుక నీ హృదయమే ట్యాంక్. Human heart is the tank. మన సమ్యక్ దృష్టి, సమ్యక్ శ్రవణం, సమ్యక్ వాక్కు, సమ్యక్ కర్మ, ఇవన్నీ కూడా ట్యాప్స్. Therefore, the audition, the speaking, and also the watching, all these are the taps. కనుక ఈ పంచభూతములు కూడాను పంచ ట్యాప్స్. Therefore, all the 5 senses are the taps. కనుక హృదయంలో నీవు పవిత్రమైనటువంటి భావాన్ని నింపుకో. Fill your heart with the sacred thoughts. అప్పుడు సహజంగా సమ్యక్ దృష్టి, సమ్యక్ శ్రవణము, సమ్యక్ భావము, సమ్యక్ కర్మ, సమ్యక్ చింతన, ఈ 4 కూడా 5 కూడాను పవిత్రమవుతాయి. Naturally, your vision, your audition, your speech faculty, and the action would be sacred. വിമല ഭജന പാടിക്കോളൂ. സൗണ്ട് ശരിയല്ല. ഓ ഹരിയോ ഹരിയോ നാരായണ, ഓം ഹരിയോ ഹരിയോ
നാരായണ. ശാന്തഹാര ഭുജഗശയന പത്മനാഭ നാരായണ. ശാന്തഹാര ഭുജഗശയന പത്മനാഭ നാരായണ. ലക്ഷ്മിതനയ കമലനയന സായിനാഥ നാരായണ. ലക്ഷ്മിതനയ കമലനയന സായിനാഥ നാരായണ. ഓം ഹരി ഓം ഹരി ഓം നാരായണ. ഓം ഹരി ഓം ഹരി ഓം നാരായണ. സായിരാം. സായിരാം. സായി ഉപമ. ഒരു കള്ളൻ പോലും അയാളെ കള്ളനെന്ന് വിളിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വിളിക്കുമ്പോൾ ഒന്നുകിൽ അയാൾ ലജ്ജിക്കുന്നു അഥവാ കോപിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സത്യമാണ് അയാളുടെ യഥാർത്ഥ പ്രകൃതം. അത് കള്ളൻ എന്ന നാമത്തെ എതിർക്കുന്നു. ആത്മൻ എല്ലായ്പ്പോഴും ശിവം അല്ലെങ്കിൽ മംഗളമാണ്. അപ്പോൾ ആത്മൻ കുടികൊള്ളുന്ന വാഹനമായ ശരീരത്തെ അമംഗളം അഥവാ ശവം എന്നു പറയുമ്പോൾ അത് പ്രതികരിക്കുന്നു. ആത്മൻ സുന്ദരവുമാണ്. ഓം എന്നത് പരമാത്മന്റെ അഹംബുദ്ധിയാണ്. അതിന് യാതൊരു ചീത്ത വികാരവും ഇല്ല. അതുകൊണ്ട് അത് എല്ലായ്പ്പോഴും സുന്ദരമായിരിക്കും. അതുകൊണ്ടാണ് അസുന്ദരം, അമംഗളം എന്നൊക്കെ പറയുമ്പോൾ അത് ലജ്ജ കൊണ്ട് തല കുനിച്ചു കളയുന്നത്. നിങ്ങൾ സത്യം, ശിവം, സുന്ദരം ആണ്. മായ അഥവാ ഭ്രമം, അജ്ഞാനം എന്നിവ കൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. ഇവയെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ ആത്മനിൽ വിലയം പ്രാപിക്കുക. ജയ സായിരാം. സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സ്നേഹപൂർണമായ സായിരാം. 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 സായിരാം.